ആഹാരത്തിൽ നിന്നാണ് ജീവികൾ ഉണ്ടായി നിലനിൽക്കുന്നത്. മാതാപിതാക്കൾ കഴിക്കുന്ന ആഹാരം ശോണി ശുക്ലങ്ങളായി ഭവിച്ചാണല്ലോ മനുഷ്യർ ജനിക്കുന്നത്. ജനിച്ചവർ ആഹാരത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ജീവികൾ എന്ന കാര്യത്തിനുള്ള കാരണം എന്ന് പറയുന്നത് അന്നമാണ്. അന്നത്തിന് കാരണം മേഘം. മേഘം വർഷിച്ചാലാണ് അന്നം ഉണ്ടാകുന്നത്. മേഘത്തിന് കാരണം യജ്ഞം. മേഘത്തിന് കാരണം യജ്ഞം എന്ന് പറയുമ്പോൾ അതിനെ തമാശയാക്കേണ്ട കാര്യമില്ല. ഭഗവത്ഗീത യജ്ഞം എന്ന് പറയുന്നത് ഫലസംഗം കൂടാതെയുള്ള കർമ്മത്തെയാണ്. ഒന്നിലധികം പ്രപഞ്ച ഘടകങ്ങൾ നിസ്സംഗമായി അവയുടെ സ്വധർമ്മം അനുഷ്ഠിക്കുന്നതിന്റെ ഫലമായിട്ടാണ് മേഘം രൂപപ്പെടുന്നത്. സൂര്യൻ തന്റെ ചൂട് കൊണ്ട് ജലത്തെ നീരാവിയാക്കുന്നു. ജലം നീരാവിയായി രൂപപ്പെടുന്നു. വായു ആ നീരാവിയെ ആകാശത്തിലേക്ക് ഉയർത്തി മേഘമാക്കി തീർക്കുന്നു. ആകാശം മേഘത്തിന് തങ്ങി നിൽക്കാൻ ഇടമരുളുന്നു. ഇത്രയും കേൾക്കുമ്പോൾ ഇതിത്ര വലിയ കാര്യമായിട്ട് പറയാനുണ്ടോ? ഇതെല്ലാം പ്രകൃതി സ്വഭാവമല്ലേ എന്ന് തോന്നാം. ഇവിടെ പ്രകൃതി സ്വഭാവമല്ലാതെ മറ്റെന്താണുള്ളത്? അറിവുള്ളവർ ഈ പ്രകൃതി സ്വഭാവത്തെ തന്നെയാണ് ജീവിതമായി കണക്കാക്കുന്നത്. സൂര്യനും വായുവും ആകാശവും ജലവുമെല്ലാം സ്വധർമ്മം അനുഷ്ഠിക്കുന്നതിന്റെ ഫലമായിട്ടാണ്. ആരുടെയും പ്രശംസയോ നിന്ദയോ ഒന്നും കണക്കാക്കാതെ നിസ്സംഗമായി അവയുടെ സ്വധർമ്മം അനുഷ്ഠിക്കുന്നതിന്റെ ഫലമായി തന്നെയാണ് മേഘം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ പർജന്യം അല്ലെങ്കിൽ മഴ യജ്ഞത്തിൽ നിന്നുണ്ടായി എന്ന് പറഞ്ഞതിന്റെ താല്പര്യം.